ഹമാസ് തലവൻ വധിക്കപ്പെട്ടിരിക്കുന്നു. ഹമാസിൻ്റെ അനിഷേധ്യ നേതാവ്, രാഷ്ട്രീയ കാര്യസമിതിയുടെ തലവൻ, അതായത് പോളിറ്റ് ബ്യൂറോയുടെ തലവൻ, ഹമാസിൻ്റെ നമ്പർ 1 ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച്, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു ഡ്രോൺ അറ്റാക്കിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടിരിക്കുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പ്രമാണം ശരിവെച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്ന, ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഇസ്രയേലിൻ്റെ 1 നമ്പർ ശത്രുവായ ഇസ്മായിൽ ഹനിയയെ ഇസ്രയേൽ വകവരുത്തിയിരിക്കുന്നു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ഇറാൻ്റെ ശത്രുരാജ്യമായ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ എന്നത് ആകസ്മികമായി കാണാനാവില്ല. നമുക്കറിയാം, ഹമാസിൻ്റെ നേതൃത്വം പലപ്പോഴും ഹമാസിൻ്റെ ടെറിട്ടറിക്ക് പുറത്താണ്. ഗാസയുടെ നിയന്ത്രണമുള്ള പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഔട്ട്ഫിറ്റാണല്ലോ ഹമാസ്. ഇസ്രയേലുമായി ഇപ്പോൾ കഴിഞ്ഞ 10 മാസമായി ഘോരഘോരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഹമാസിൻ്റെ 1 നമ്പർ നേതാവ് ഇസ്മായിൽ ഹനിയയും 2ാമത്തെ നേതാവ്, അവിടുത്തെ സൈനിക ഓപ്പറേഷൻ്റെ ചുമതലയുള്ള ഗസയുടെ ഹമാസ് തലവൻ കൂടിയായ യഹിയ സിൻവാറും, ഈ 2 പേരുടെ തലയ്ക്ക് വളരെ വലിയ വിലയാണ് നൽകപ്പെട്ടിരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ 2 പേരെയും എലിമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് തീർന്നു കഴിഞ്ഞു, ഹമാസ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഏറ്റവും മുന്തിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ ഫിനിഷ് ചെയ്യുക. അപ്പം ഹമാസ് ഇല്ല എങ്കിൽ ഗസയുടെ ജനത പട്ടം പൊട്ടിയതുപോലെയാകും. ഒരു നേതൃത്വമില്ലാത്ത, റെസിസ്റ്റ് ചെയ്യാൻ ഒരു സൈന്യമില്ലാത്ത, മിലിഷ്യ ഇല്ലാത്ത, വിദേശ രാജ്യങ്ങളുടെ സഹായം മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറും. അതുകൊണ്ട് എല്ലാ റെസിസ്റ്റൻസിനെയും അവസാനിപ്പിക്കണമെങ്കിൽ top leadership of Hamas need to be eliminated completely. Israel would go to any extent to the end of the world to ensure that Hamas leadership is eliminated. ഇത് ഇസ്രായേലിൻ്റെ പണ്ട് മുതലുള്ള ഒരു രീതിയാണ്. 2ാം ലോക മഹായുദ്ധ കാലത്തിന് മുൻപ്, യുദ്ധകാലത്തും അതിന് തൊട്ട് മുൻപും വളരെ വലിയ ലക്ഷക്കണക്കിന് ജൂതന്മാരാണ് യൂറോപ്പിൽ വധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഗ്യാസ് ചേംബറുകൾ, ഹിറ്റ്ലറുടെ ജർമ്മനിയുടെ ഗ്യാസ് ചേംബറുകളിൽ പെട്ട ജീവൻ ഹോമിച്ചത്. രക്ഷപ്പെട്ട് ഓടിയ ഏതാനും പേർ പല രാജ്യങ്ങളിലായി എത്തി. അവസാനം സയനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇസ്രായേൽ എന്ന രാജ്യം 1948 ഒരു വലിയ അത്ഭുതം എന്ന നിലയിൽ തന്നെ രൂപപ്പെട്ടു വരികയും, ഒരു ചെറിയ നിലയിൽ നിന്നും, എളിയ നിലയിൽ നിന്നും, ചെറിയ നമ്പറിൽ നിന്നും അവർ വളർന്ന് മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും നിർണായക ശക്തിയായി മാറുകയും ചെയ്തു. ശത്രുരാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾ ചുറ്റുമുള്ള ഇസ്രായേലിന് ചുറ്റുമുള്ള ഈജിപ്റ്റ് ആകട്ടെ, ജോർഡൻ ആകട്ടെ, സിറിയ ആകട്ടെ, അതുപോലെ ലെബനൻ, സൗദി അറേബ്യ, UAE എന്ന് വേണ്ട രാജ്യങ്ങളുമായിട്ടെല്ലാം മുട്ടം വെട്ടി ഇപ്പോഴും നിലനിൽക്കുകയും, എന്നാൽ ഇപ്പോൾ ഗാസയുടെ മണ്ണിൽ നിന്ന് തന്നെ ഇസ്രായേൽ പിടിച്ചടക്കിയ ഗാസയുടെ മണ്ണിൽ നിന്നും ഒരു സമാധാന കരാർ അനുസരിച്ച് ഗാസയ്ക്ക് സ്വയം നിർണയാവകാശം, വെസ്റ്റ് ബാങ്കിനും ഗാസയ്ക്കും, ഇതാണല്ലോ പലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഈ പലസ്തീന് സ്വയം നിർണയാവകാശം നൽകിയെങ്കിൽ പോലും അത് പൂർണ്ണമായി ഓണർ ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചില്ല. അതുകൊണ്ടാണല്ലോ ആ വിഷയം ഇപ്പോഴും മുന്നോട്ട് പോകുന്നതും. എന്നാൽ യഹിയ സിൻവാറിനെ സംബന്ധിച്ചിടത്തോളവും ഇസ്മായിൽ ഹനിയയെ സംബന്ധിച്ചിടത്തോളവും അവർ ഹമാസ് എന്ന തീവ്ര പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അതൊരു സൈനിക ഔട്ട്ഫിറ്റ് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി കൂടി വളരുകയാണ്. പലസ്തീൻ അതോറിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2007-ലാണ്. 2007-ലെ തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ അതോറിറ്റിയുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ സംയുക്ത ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക് മേഖലയിലെ ജനം തിരഞ്ഞെടുത്തത് ഇസ്മായിൽ ഹനിയയാണ്. അവർക്കായിരുന്നു ഭൂരിപക്ഷം. എന്നാൽ ഫത്ത പാർട്ടി, അതായത് വെസ്റ്റ് ബാങ്കിൽ വേരുകളുള്ള യാസർ അറാഫത്തിൻ്റെ പാർട്ടിയായ ഫത്ത പാർട്ടി, മുഹമ്മദ് അബ്ബാസ് നയിച്ച ഫത്ത പാർട്ടി അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഗാസയിൽ മാത്രമായി ഈ വിഭാഗത്തിൻ്റെ, ഹമാസിൻ്റെ നിയന്ത്രണം ഒതുങ്ങുകയും വെസ്റ്റ് ബാങ്ക് ഫത്ത പാർട്ടി തുടരുകയും മുഹമ്മദ് അബ്ബാസ് പലസ്തീൻ അതോറിറ്റി ചെയർമാനായി തുടരുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ആ പശ്ചാത്തലം എന്ന നിലയിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അന്ന് മുതൽ ഇതുവരെ 2017 വരെ ശക്തമായ പോരാട്ടങ്ങളും കയറ്റിറക്കങ്ങളും എല്ലാം ഉണ്ട്. അതിനുശേഷം ഇസ്രായേൽ പിന്മാറിയതിനു ശേഷം, പൂർണ്ണമായി അതിനു മുൻപ് തന്നെ ഇസ്രായേൽ പിന്മാറി, ഇസ്രായേൽ ഗസയിൽ നിന്നും പിന്മാറിയതിനു ശേഷം ഏതാണ്ട് പൂർണ്ണമായി
ഹമാസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഗാസ എന്ന ആ പ്രദേശം മുഴുവൻ. ചെറിയൊരു പ്രദേശമാണ്, ഏതാനും കിലോമീറ്റർ, ഒരു 350-360 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഒരു സ്ട്രിപ്പ് മാത്രമാണ് ഗാസ സ്ട്രിപ്പ്. അവിടെ നൂറുകണക്കിന് കിലോമീറ്ററുകൾ തലങ്ങും വിലങ്ങും തുരങ്കങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാരലൽ അണ്ടർ വേൾഡ് സൃഷ്ടിച്ചുകൊണ്ട് ഹമാസ് പിടിച്ചു നിന്നു. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിൽ നിന്ന് ആക്രമണം ഉണ്ടാകും. അതിനുള്ള ഒരു മുന്നോടി, കാരണം അവർ ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണല്ലോ ഒക്ടോബർ 7-ാം തീയതി നടന്ന 2023 ഒക്ടോബർ 7-ാം തീയതി നടന്ന തീവ്രഹീനമായ ആക്രമണം. ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണം 2000-ഓളം പേരാണ്, 2000-ലധികം പേരാണ് ഇവിടെ മരിക്കുന്നത്. ഇവിടെ ഇതിനുള്ള ഒരു പ്രതികാരം ഇസ്രായേൽ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രതികാരം വാക്കുകളിൽ ഒതുങ്ങില്ല, മറിച്ച് പ്രവൃത്തിയിലാകാം. അത് സ്വന്തം നിലനിൽപ്പ് തന്നെ, ഗാസയുടെ very existence of Gaza would be in jeopardy, in danger എന്ന് നന്നായി അറിയാവുന്നവരാണ് ഈ രണ്ട് നേതാക്കളും, ഉന്നത നേതാക്കൾ. അതിൻ്റെ ഒരു മൈൽഡർ ഫേസാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ മൈൽഡർ ഫേസാണ് ഹമാസിൻ്റെ ഉന്നത രാഷ്ട്രീയ അധികാര സമിതിയായ പോളിറ്റ് ബ്യൂറോയുടെ ചെയർമാനായ ഇസ്മായിൽ ഹനിയ. അപ്പോൾ ഇസ്മായിൽ ഹനിയ അവിടെ ആയിരുന്നില്ല താമസിച്ചത്. അദ്ദേഹം വളരെ സുരക്ഷിതമായ താവളത്തിൽ, അദ്ദേഹം ഹമാസിൻ്റെ ആഗോള ഓപ്പറേഷൻസിന് നേതൃത്വം നൽകുന്ന തിരക്കിലാണ്. അദ്ദേഹം ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലാണ് അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. അപ്പം ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖത്തർ, ദോഹ ഒരു നിഷ്പക്ഷ രാജ്യമാണ്. പലപ്പോഴും ഈ ചർച്ചകൾക്കൊക്കെ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ചെറിയ ഒരു ഗൾഫ് രാജ്യമായ, ഐലൻഡ് രാജ്യമായ ദോഹ. ദോഹയുടെ സുരക്ഷിതമായ മണ്ണിൽ അവിടെ കയറി പലപ്പോഴും ആക്രമിക്കാൻ ഇസ്രയേലെ 2 വട്ടം ആലോചിക്കും. കാരണം അമേരിക്കയുടെ സൈനിക താവളം കൂടിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ സാഹസം കാട്ടാൻ പലപ്പോഴും ഇസ്രയേൽ തയ്യാറാവില്ല. പക്ഷേ അവിടെ മാത്രമല്ല അദ്ദേഹം ഒതുങ്ങി നിൽക്കുന്നത്. അദ്ദേഹം ലെബനനിൽ ചെല്ലാറുണ്ട്, സിറിയയിൽ ചെല്ലാറുണ്ട്, ടർക്കിയിൽ ചെല്ലാറുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഒരു കോസിന് വേണ്ടി നിൽക്കുകയാണ്. ഇസ്രായേലിനെതിരായി ഗസയ്ക്കും ഹമാസിനും അനുകൂലമായി പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് അവിടെ എല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു ഹീറോയുടെ സ്വാഗതമാണ് ഈ 2 പേർക്കും ലഭിക്കുന്നത്. യഹിയ സിൻവാറിന് ലഭിക്കില്ല, കാരണം യഹിയ സിൻവാർ രണ്ടാമനാണ്, അദ്ദേഹം സൈനിക തലവനാണ്, അദ്ദേഹമായിരുന്നു മാസ്റ്റർ ബ്രെയിൻ. ഇസ്രായേലിനെതിരെ നടന്ന ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട സൂത്രധാരൻ യഹിയ സിൻവാറാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നാം ശത്രു പ്രസിഡന്റായ, അല്ലെങ്കിൽ ഹമാസിൻ്റെ തലവനായ ഇസ്മായിൽ ഹനിയാണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ വില്ലൻ നമ്പർ 1 യഹിയ സിൻവാർ തന്നെയാണ്. അപ്പം യഹിയ സിൻവാർ ഇപ്പോഴും എവിടെയോ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഫൈറ്റേഴ്സിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഗാസയുടെ തലങ്ങും വിലങ്ങുമുള്ള തുരങ്കങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന യഹിയ സിൻവാറിനെ ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഇസ്രായേൽ പറയുന്ന ആത്യന്തിക വിജയം നേരിടാൻ ഇസ്രായേലിന് കഴിയൂ. ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ചില്ലറ കാര്യമല്ല. യുദ്ധം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ ഈ ഒരു 10 മാസത്തിനിടയിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സൈനിക നേട്ടമായി കണക്കാക്കാനാവുന്നത് ഇപ്പോൾ നടന്ന ഈ ആക്രമണമാണ്. എന്തുകൊണ്ട് ടെഹ്റാനിൽ നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ഭരണമാറ്റമുണ്ടായി. ഗാസയെ അല്ലെങ്കിൽ ഹമാസിനെ ഏറ്റവും അധികം ആളും അർത്ഥവും നൽകി സഹായിക്കുന്നത് ഷിയ രാജ്യമായ ഇറാനാണ്. ഇപ്പം ഇറാൻ അവരെ മാത്രമല്ല സഹായിക്കുന്നത്, ഇസ്രായേലിനെ വരിഞ്ഞ് മുറുക്കുന്ന രീതിയിൽ ഇസ്രായേലിന് ചുറ്റും വലിയ തോതിൽ ഇസ്രായേലിന് ചുറ്റും ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്നത് പോലെ വലിയ ഒരു ചങ്ങല വ്യൂഹം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലിനെ 4 പാടും നിന്ന് ഞെരുക്കുകയാണ് ഇറാൻ. അതിലൊന്നാണ് ഹൂതികൾ, യമനിലെ വിമത വിഭാഗമായ ഹൂതീസ്. അവരും ഇറാന്റെ പിന്തുണ ലഭിക്കുന്ന സായുധ മിലിഷ്യയാണ്. അപ്പോൾ അവരെ ചെങ്കടൽ മേഖലയിൽ കടന്നു പോകുന്ന കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകൾ, മറ്റ് ഇസ്രായേൽ അനുകൂല ഷിപ്പുകൾ, ഇതെല്ലാം തന്നെ ആക്രമണ വിധേയമാകുന്നത് നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നതാണ്. അതുപോലെ ഇസ്രായേലിന് തൊട്ട് വടക്കുള്ള ചെറിയ രാജ്യമാണ് ലെബനൻ. ലെബനന്റെ ദക്ഷിണ പ്രദേശത്തെ സായുധ മിലിഷ്യയായ ഹിസ്ബുള്ളയുടെ തേർവാഴ്ചയാണ്. അപ്പം ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നതും ഇറാൻ തന്നെയാണ്. നമുക്കറിയാം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ശക്തമായ 25,000-ലധികം പോരാളികളും 100,000-ലധികം റിസർവ് ഫോഴ്സസുമുള്ള അതിശക്തമായ ഒരു മിലിറ്റന്റ് വിഭാഗമാണ് ഹിസ്ബുള്ള. അപ്പം ഇറാന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും അതുപോലെ സിറിയയിലും മറ്റും തമ്പടിച്ച ഒരുപാട് ഷിയ മിലിഷ്യകളുണ്ട്. ഇവരെല്ലാം തന്നെ ദേ ആർ ട്രെയിനിങ് ദെയർ ഗൺസ് അഗൻസ്റ്റ് ഇസ്രായേൽ.
അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് ഈ 4 ഭാഗത്തു നിന്നും വരുന്ന ഭീഷണിയാണ്. അതിലേറ്റവും നിർണായകം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ ഒറ്റ രാജ്യമാണ്. ഇസ്രായേലും പാലസ്തീൻ അതോറിറ്റി എല്ലാം ചേർന്നെടുത്ത് കിടക്കുകയാണല്ലോ. അതിനുള്ളിൽ നിന്ന് തന്നെ കടന്നു വരുന്ന ഹമാസിൻ്റെ ഭീഷണി, ആ ഭീഷണിയെ ചെറുക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സസ് IDFൻ്റെ ഡയറക്റ്റ് ആക്ഷനും ഇസ്രയേലിൻ്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ കലവറയില്ലാത്ത പിന്തുണയും, ഇത് രണ്ടും ചേരുമ്പോൾ ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ വല്ലാതെ ബുദ്ധിമുട്ടും ശത്രുക്കൾക്ക്. അതുകൊണ്ടാണ് എപ്പോഴും നമ്പേഴ്സ് ഗെയിമിൽ അയൽ രാജ്യത്തെ ഇസ്രായേൽ വിരുദ്ധ അറബി ശക്തികൾ അതിശക്തരാണെങ്കിലും എണ്ണം കൊണ്ട്, കായബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഒക്കെ ശക്തമാണെങ്കിൽ പോലും ഇസ്രായേലിനെ യുദ്ധങ്ങളിൽ അവരെ പരാജയപ്പെടുത്താൻ മുൻകാലങ്ങളിൽ കഴിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ മറ്റൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഇസ്രായേൽ എനിമീസായി കരുതുന്നവർ അത് 2ാം ലോക മഹായുദ്ധകാലത്തെ കെടുതികൾ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഹിറ്റ്ലറുടെ നാസി നേതാക്കളെ, ജൂത കൂട്ടക്കൊലയ്ക്ക് നിർണായകത്വം വഹിച്ച നാസി നേതാക്കൾ അവർ ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയി ഒളിച്ചാലും അവിടെ പിന്തുടർന്ന് ചെന്ന് അവരെ ഒന്നുകിൽ വധിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിൽ ചെന്ന് വിചാരണ ചെയ്ത് തട്ടിക്കളയുകയോ ചെയ്തത് ചരിത്രത്തിലെ വലിയ ഇതിഹാസ കാവ്യങ്ങളായ ഇസ്രായേൽ കൊണ്ടാടാറുണ്ട്. നമുക്കറിയാം, അർജന്റീനയിൽ ചെന്ന് നാസി അട്രോസിറ്റീസ് കമ്മിറ്റ് ചെയ്ത നാസി നേതാക്കളെ, അല്ലെങ്കിൽ ഹിറ്റ്ലറോട് അടുത്ത് നിന്ന സീക്രട്ട് പോലീസ് ഗെസ്റ്റപ്പോ അവരുടെ നേതാക്കളെ, അല്ലെങ്കിൽ നാസി തടങ്കൽ പാളയങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നവരെ എല്ലാം തന്നെ വകവരുത്തി. മാത്രമല്ല, ഇസ്രായേലികളെ ബന്ദികളാക്കി ആരെങ്കിലും എവിടെയെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അവിടെയെല്ലാം സാഹസികമായ ഓപ്പറേഷൻസിലൂടെ, അതായത് ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിൽ നടന്ന സംഭവം ഉൾപ്പെടെയുള്ളത് വളരെ വിഖ്യാതമായ സ്റ്റോറീസാണ്. ഇതിനെ ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് നീളുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഒരു പക്ഷേ ഇറാനെയാണ്. ഇപ്പം ഇറാൻ്റെ സൈനിക നേതൃത്വം റെവല്യൂഷണറി ഗാർഡ് എന്ന് പറയും. റെവല്യൂഷണറി ഗാർഡിൻ്റെ പശ്ചിമേഷ്യ ചുമതലയുള്ള വളരെ വലിയ നേതാവായിരുന്നു ഖാസിം സുലൈമാനി. ഖാസിം സുലൈമാനിയെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വധിച്ചു. അപ്പോൾ ഖാസിം സുലൈമാനിയുടെ വധമെന്ന് പറയുന്നത് ഇറാനെതിരെ നടന്നൊരു അതിഗംഭീരമായ ആക്രമണമായിട്ടാണ്. ഇറാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു ആക്രമണമാണ്. ഒരുപക്ഷെ ഇറാൻ്റെ ഭരണ നേതൃത്വത്തിലെ 2ാമൻ എന്നുകൂടി അറിയപ്പെട്ട ഖാസിം സുലൈമാനിയുടെ വധം, അത് വളരെ നിർണായകമായ ഒരു വധമാണ്. അപ്പോൾ അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയോഗിയെ അവരുടെ മടയിൽ ചെന്ന് തന്നെ ആക്രമിക്കുക എന്ന ഒരു രീതി അത് പിന്തുടർന്നിരിക്കണം. അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ വലിയ നേതാവ്, അതിൻ്റെ മുഴുവൻ തലതൊട്ടപ്പൻ മുഹസിൻ ഫക്കിസാദ. അപ്പം മുഹസിൻ ഫക്കിസാദ എന്ന് പറയുന്ന ആണവ ശാസ്ത്രജ്ഞനെ ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ, അദ്ദേഹം സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന് ഒരു ആക്രമണത്തിലൂടെ അദ്ദേഹം വധിക്കപ്പെട്ടു. അതും ഇറാൻ്റെ വെളിയിൽ വെച്ചാണ്. അതുമാത്രമല്ല, ഇറാൻ്റെ എംബസി സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന ഡമാസ്കസിൽ ഇറാൻ എംബസിക്ക് നേരെ നടന്ന ഇസ്രായേലിൻ്റെ ആക്രമണം, ഇതെല്ലാം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്നിന് പുറകെ ഒന്നായി അശ്നിപാതം പോലെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ വന്നുപെടുകയാണ്. ഇറാൻ ഇസ്രായേലിനെ വരിഞ്ഞു മുറുകുന്തോറും ഇറാൻ്റെ സ്വാധീന മേഖലകളിലെല്ലാം കടന്നു ചെന്ന് ആക്രമണം നടന്ന പ്രീ എംപ്റ്റീവ് സ്ട്രൈക്സ് അത് ഇസ്രായേലിൻ്റെ ഒരു പതിവാണ്. ആ ഒരു സീരീസിലെ ഏറ്റവും നിർണായകമായ ഒരു ഏടാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം. നോക്കൂ, ഇറാനിൽ നടന്ന ഭരണമാറ്റം, ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി ഒരു മിതവാദി നേതാവായ മസൂദ് പെഹസ്കിയാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ഒരുപക്ഷെ അത്ഭുതകരമാണ്. കാരണം ഇറാൻ ഒരു വളരെ ഹോക്കിഷ് നിലപാടുള്ള രാജ്യമാണ്. അവിടെ പാരമ്പര്യവാദികൾക്ക് നിർണായക മുൻതൂക്കമുണ്ട് രാഷ്ട്രീയത്തിൽ. പലപ്പോഴും അവർക്ക് മത്സരിക്കണമെങ്കിൽ തന്നെ, പുരോഗമനവാദികൾക്ക് മത്സരിക്കണമെങ്കിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തോള അലി ഖൊമൈനിയുടെ പിന്തുണ ആവശ്യമാണ്. അങ്ങനെ ആ പിന്തുണ ലഭിച്ച പുരോഗമനവാദിയായ പെഹസ്കിയാൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇറാൻ ജനത അദ്ദേഹത്തെ വിജയിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ വേളയിൽ അദ്ദേഹത്തിന് സാന്നിധ്യം വഹിക്കാനായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രധാനപ്പെട്ട പല മിലിഷ്യ നേതാക്കളും എത്തി. ലോക നേതാക്കളോടൊപ്പം തന്നെ മിലിഷ്യകൾ, ഹൂതികളുടെ നേതാക്കളെത്തി.
അതുപോലെ ഹിസ്ബുള്ളയുടെ നേതാക്കളെത്തി, ഇസ്ലാമിക് ജിഹാദിൻ്റെ നേതാക്കളെത്തി. അതോടൊപ്പം തന്നെ ഇസ്മായിൽ ഹാനിയായുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ, അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് ഡ്രോൺ അറ്റാക്കിൽ വധിക്കപ്പെട്ട ഇസ്മായിൽ ഹാനിയയെക്കുറിച്ചാണ്. അപ്പോൾ നോക്കൂ, എത്രത്തോളം ക്ലിനിക്കൽ പ്രിസിഷനിലാണ് ഈ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വരും വരാഴികളെക്കുറിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഒറ്റയടിക്ക് ഇസ്രായേലിനെതിരെ പടപ്പുറപ്പാട് കൂട്ടി പോവും. കഴിഞ്ഞ ദിവസം ടർക്കിയുടെ നേതാവ് ഇസ്രായേലിനെതിരെ ഖഡ്ഗമോങ്ങുന്ന വാളോങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം വാക് പോരാട്ടങ്ങളിൽ എർദോഗാന്റെ വാക് പോരാട്ടങ്ങൾ ഒതുങ്ങുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വാഗ്ധോരണി, എത്ര കാലമായി വാഗ്ധോരണി നടക്കുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം വരെ ഉണ്ടായി. ഇസ്രായേലിനെതിരെ ഒരു മിസൈൽ ആക്രമണം അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടായി. പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ വരുത്താൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് നിലനിർത്താൻ ഇസ്രായേൽ ഇവിടെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾ, ആ സമാധാന ചർച്ചകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് ഇസ്മായിൽ ഹാനിയ കൂടിയാണ്. ഇസ്മായിൽ ഹാനിയയുടെ കൂടെ ആശീർവാദത്തിലാണ് അദ്ദേഹം. പൊതുവെ അദ്ദേഹം ഭീകര നേതാവായി ചിത്രീകരിക്കപ്പെടുമ്പോഴും ഹമാസിൻ്റെ ഉള്ളിൽ ഒരുമാതിരി ലെവൽ ഹെഡഡായ ഒരാൾ, ഹമാസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മിതവാദ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരാൾ, കുറച്ചുകൂടെ നെഗോഷിയേറ്റിംഗ് സ്കില്ലുള്ള ഒരാൾ, അദ്ദേഹമാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന നേതൃത്വം, ഇനിയും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്പർ 1 ഇൻ കമാൻഡ് എന്ന് പറയുന്നത് യഹിയ സിൻവാറാണ്. അദ്ദേഹമാണ് വില്ലൻ നമ്പർ 1. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹമാണ് ഹമാസിന്റെ തലപ്പത്ത് വരുന്നത് എങ്കിൽ നെഗോസിയേഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകും. പക്ഷേ ആഗോള ഹമാസിന്റെ തലപ്പത്ത് അദ്ദേഹം വരണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്നും പുറത്തു വരണം. അദ്ദേഹം ഖത്തറിന് തലസ്ഥാനമായ ദോഹയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിന് പുതിയൊരു താവളം ഒരുക്കണം. കാരണം അവിടെ നിന്നുകൊണ്ട് ഒരു രീതിയിലും ആഗോള ഹമാസ് ഓപ്പറേഷൻസിന് ഫണ്ട് മൊബിലൈസേഷൻ ആയിക്കൊള്ളട്ടെ, ലീഡർഷിപ്പ് ആയിക്കൊള്ളട്ടെ, തീരുമാനങ്ങളായിക്കൊള്ളട്ടെ ഒന്നും പറ്റില്ല. കാരണം അതുകൊണ്ട് ഫൈറ്റേഴ്സിനോട് കൂടെ തന്നെ ഹോൾഡപ്പാണ് ഇപ്പോൾ യഹിയ സിൻവാർ. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 100% ഉറപ്പാണ് യഹിയ സിൻവാർ തന്നെയായിരിക്കും. യഹിയ സിൻവാറിനെ കൂടി ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞാൽ ഹമാസിൻ്റെ അറിയപ്പെടുന്ന നേതൃത്വം പൂർണ്ണമായി അവസാനിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഗസയിൽ നിന്നും പുറത്ത് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കുന്ന സൈനിക വിന്യാസം ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് അതീവ സംഘർഷപൂരിതമായ ഒരന്തരീക്ഷത്തിലേക്ക്, യുദ്ധം തുടങ്ങിയതിന് ശേഷം നടന്ന ഏറ്റവും തീവ്രമായ സംഭവം എന്ന നിലയിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി ഇത് മാറും. ഒന്നുകിൽ ഹമാസ് പൂർണ്ണമായി തോൽവി സമ്മതിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല എങ്കിൽ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി രണ്ട് കക്ഷികളും രണ്ട് വിഭാഗങ്ങളും പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിനുള്ള ഒരു ഉപാധി തെളിയുകയും കൂടെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു ആക്രമണം ഇതിന് മാപ്പ് കൊടുക്കാവുന്ന ഒരു നിലയിലായിരിക്കില്ല. കാരണം ഇറാൻ്റെ മണ്ണിൽ വെച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ ജനതയോട് ഇറാൻ്റെ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ മണ്ണിൽ നടന്ന ആക്രമണത്തിന് പകരം ചോദിക്കണമെന്ന മുറവിളി ടെഹ്റാൻ്റെ തെരുവുകളിൽ, ഇറാൻ്റെ നഗരങ്ങളുടെ തെരുവോരങ്ങളിൽ ഉണ്ടാവും. അത് കണ്ടില്ല എന്നടിക്കാൻ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റായ റിപ്പബ്ലിക്കൻ ഭരണകൂടമുള്ള ഇറാൻ്റെ നേതൃത്വത്തിന് കഴിയില്ല. അത് മാത്രമല്ല ഇറാൻ്റെ പരമോന്നത നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ നിലപാടിനോട് കണ്ണ് പായിക്കുകയാണ് എല്ലാവരും തന്നെ. അദ്ദേഹം എന്തു പറയും? എന്താണ് അയത്തുള്ള അലി ഖൊമേനിയുടെ അവസാനത്തെ ഡിക്റ്റാറ്റ് അല്ലെങ്കിൽ ഫത്വ? അതുകൊണ്ട് സംഘർഷം കുറച്ചുകൂടെ മൂർച്ഛിക്കാനാണ് ഒരു ഇൻ്റർമീഡിയറ്റ് പീരീഡിൽ സാധ്യത. എന്നാൽ ആത്യന്തികമായി ഹമാസ് ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി വന്ന് ഹമാസിൻ്റെ പൂർണ്ണ നേതൃത്വം അവസാനിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ജനാധിപത്യ പാതയിലേക്കും നെഗോസിയേഷൻ്റെ പാതയിലേക്കും മുഖ്യധാരയിലേക്കും ഒക്കെ വരികയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന പലസ്തീനിയൻ ജനതയുടെ പുനരധിവാസം അജണ്ടയായി ലോകം കണ്ടുകൊണ്ട് ഇത് ലോകത്തിൻ്റെ പദ്ധതിയായി മാറിക്കൊണ്ട് ആ പ്രദേശത്തെ ശാന്തതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ലോകത്തിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.